ഒരു കലാസൃഷ്ടി കാലങ്ങളെ അതിജീവിക്കുന്നത് ചില മൗലികമായ ഇടപെടലുകൾ വഴിയാണ്. ഉദാഹരണത്തിന് നമ്മുടെ സ്വന്തം രാജാ രവിവർമ്മയുടെ ചിത്രങ്ങൾ. ഇത് പുതുതലമുറയിലേക്ക് സന്നിവേശിക്കുന്നത്, അത് നിരീക്ഷിക്കുന്നത് തന്നെ ഒരു കൗതുകമാണ്. ചലച്ചിത്രങ്ങളായും അതോടൊപ്പം തന്നെ ജീവനുള്ള മോഡലുകളായും പുതിയ സാങ്കേതികവിദ്യയായ AI സംവിധാനം വഴിയും ഇത് ഇപ്പോഴും നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ്. രാജാ രവിവർമ്മയുടെ ചിത്രങ്ങൾ സഞ്ചരിക്കുകയാണ് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക്. രാജാക്കന്മാർക്കിടയിലെ ചിത്രകാരൻ, ചിത്രകാരന്മാർക്കിടയിലെ രാജാവ്, അങ്ങനെയാണ് പൊതുവായി രാജാ രവിവർമ്മയെ വിശേഷിപ്പിക്കുന്നത്. ഭാരതീയ പുരാണ സങ്കല്പങ്ങൾക്ക് മാനുഷിക മുഖം നൽകിയ പ്രതിഭ. രവിവർമ്മ ചിത്രങ്ങളോടുള്ള ആസ്വാദകന്റെ ഇഷ്ടം അത് ഒരു പൂർണ്ണ വിരാമത്തിൽ അവസാനിക്കുന്നില്ല, അനുദിനം പുതുക്കപ്പെടുകയാണ്. കലാരംഗത്തെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ആ ചിത്രങ്ങളെ തൻ്റേതായ രീതിയിൽ ആലിംഗനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത് ഇന്നു തുടങ്ങിയ ഒരു പ്രവണതയല്ല. ആദ്യകാലത്തെ പരസ്യങ്ങൾക്ക്, സിനിമകൾക്ക്, വസ്ത്രസങ്കല്പങ്ങൾ മുതൽ കോമിക് പുസ്തകങ്ങൾ വരെ രവിവർമ്മ ചിത്രങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടു. ഇന്ത്യൻ സിനിമയുടെ പിതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദാദാ സാഹേബ് ഫാൽക്കെയുടെ സിനിമകൾക്ക് രവിവർമ്മ ചിത്രങ്ങൾ പ്രചോദനമായിരുന്നു. ഫാൽക്കെയുടെ 1913 പുറത്തിറങ്ങിയ ആദ്യ ചിത്രമായ രാജാ ഹരിശ്ചന്ദ്രയും പിന്നീട് വന്ന കാളിയമർദ്ദനും ഇതിന് ഉദാഹരണങ്ങളാണ്. പിന്നീട് ഇങ്ങ് സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത അനന്തഭദ്രം വരെ രവിവർമ്മ ചിത്രങ്ങളുടെ സ്വാധീനം തെളിഞ്ഞു കാണാം. അടുത്തിടെ രാജാ രവിവർമ്മയുടെ ജനപ്രിയ ചിത്രങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി ജീവൻ വെച്ചത് കൗതുകമായി വൈറലായി. തിരുവനന്തപുരം കുളത്തൂർ സ്വദേശിയും ക്രിയേറ്റീവ് ഡിസൈനറുമായ യുഹാബ് ഇസ്മയിൽ ഒരുക്കിയ രവിവർമ്മ ചിത്രങ്ങളുടെ AI വെർഷനുകളുടെ റീൽ ധാരാളം ആളുകൾ പങ്കുവച്ചിരുന്നു. രവിവർമ്മ ചിത്രങ്ങൾ കാലത്തെ അതിജീവിച്ച് യാത്ര തുടരുമ്പോൾ രവിവർമ്മയുടെ സുന്ദരികളെ തൻ്റെ തൊഴിൽ വൈദഗ്ധ്യം കൊണ്ട് പുനഃസൃഷ്ടിച്ചിരിക്കുകയാണ് ജയശ്രീ. എറണാകുളം ഫോർട്ട് കൊച്ചിയിൽ ഏഞ്ചൽ ബ്രൈഡൽ സ്റ്റുഡിയോ നടത്തുന്ന ജയശ്രീക്ക് ചിത്രകല പഠിക്കാൻ ഒരാഗ്രഹമുണ്ടായിരുന്നു. അത് വഴിതിരിഞ്ഞെത്തിയത് സൗന്ദര്യത്തെ പുനഃസൃഷ്ടിക്കുന്ന ചമയങ്ങളുടെ ലോകത്തേക്ക്. ആക്ച്വലി ഞാൻ ചെറുതിലെ തന്നെ കുറച്ച് വരയ്ക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ചെറുതിലെ തന്നെ ഒരു രവിവർമ്മയുടെ കോളേജിൽ എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അത് സാധിച്ചില്ല. എൻ്റെ പാരൻസാണ് എന്നെ ഈ ഒരു ഫീൽഡിലോട്ട് വിട്ടത്. ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ച് ഈ ഒരു ഫീൽഡിലോട്ട് ആകുമെന്ന് പറഞ്ഞിട്ട് അവരുടെ ഇതിലാണ് ഞാൻ പോയി പഠിച്ചതൊക്കെ. അപ്പം ആ ഉള്ളിൽ ആ ഒരു ഇത് കിടക്കുന്നത് കാരണം എനിക്ക് എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടൊരു എന്താ പറയുക റീക്രിയേഷൻ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് എനിക്കൊരു തോന്നൽ വന്നതെന്നാൽ രവിവർമ്മയുടെ ചിത്രങ്ങളൊക്കെ ഒന്ന് ചെയ്താലോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സാണ് ഇവരെല്ലാവരും. അപ്പോൾ ഇവരെ വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ചെയ്താലോ എന്ന് പെട്ടെന്ന് എനിക്കൊരു ഐഡിയ വന്നു. തൻ്റെ പാർലറിൽ എത്തിയിരുന്ന സുഹൃത്തുക്കളോട് രവിവർമ്മ ചിത്രങ്ങളുടെ ജീവനുള്ള പുനരാവിഷ്കരണം എന്ന ആശയം പങ്കുവച്ചതോടെ അവരും ആവേശത്തിലായി. ഇത് ഡിസ്കസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ ജേസനോട് ഒരു സജഷൻ പറഞ്ഞത്, രാജാ രവിവർമ്മയുടെ ചിത്രങ്ങൾ ഒറിജിനലായിട്ടുള്ളത് ട്രിവാൻഡ്രത്ത് പോയി കാണാം നമുക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി ഒരു ദിവസം. എന്നിട്ട് ഫുള്ള് ആ ഗാലറിയിൽ നടന്ന് ചിത്രങ്ങളൊക്കെ കണ്ട് അതിൽ പെർഫെക്ഷൻ ഞങ്ങൾക്ക് വേണമായിരുന്നു. ചുമ്മാ ഒരു ഫണ്ണിനെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇവരെല്ലാം ഡിസൈഡ് ചെയ്തു, എന്നോടും പറഞ്ഞു. ഞാനും അതപ്പോൾ കേട്ടപ്പോൾ ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തൊന്നുമില്ല. ചുമ്മാ ഒരു രസത്തിന് ഒരു മേക്ക് ഓവർ ചെയ്യാമെന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ പിന്നെ അത് പയ്യെ ഡെയിലി ഇതിനെക്കുറിച്ചുള്ള ടോക്ക് വന്നപ്പോഴത്തേക്കും മനസ്സിലായി ഇതൊരു സീരിയസ് ഒരു ഇതിലേക്കാണ് പോകുന്നതെന്ന്. അപ്പോൾ എൻ്റെ ഫേസിന് സൂട്ട് ചെയ്തതാണ് ഹംസ ദമയന്തി എന്ന് ജയശ്രീ സെലക്ട് ചെയ്തത്. അധ്യാപനം, ആശുപത്രി, PR തുടങ്ങി മോഡലിംഗുമായി ബന്ധമില്ലാത്ത മറ്റ് സ്വകാര്യ മേഖലകളിൽ ജോലി ചെയ്യുന്നവരായിരുന്നു സുഹൃത്തുക്കൾ. ആശയത്തിന് ഊർജ്ജം ലഭിച്ചതോടെ എല്ലാവരും സജീവമായി ഫോട്ടോഷൂട്ടിന് തയ്യാറായി. പിന്നെ
രവിവർമ്മയുടെ നായികമാരാകാൻ ഒരുക്കങ്ങളായി. എൻ്റെ ഫ്രണ്ട്സിനെ തന്നെ ഓരോരുത്തരെയും കണ്ടു കഴിഞ്ഞപ്പം ഇന്ന ക്യാരക്ടർ കൊടുക്കാമെന്ന് എനിക്ക് തോന്നി. ഞങ്ങളതെല്ലാം പിക്ചർ എല്ലാം ഞങ്ങൾ സെലക്ട് ചെയ്ത് ഇന്ന ഇത് ഇവർക്ക് സൂട്ടാകും എന്നെല്ലാം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ചർച്ച ചെയ്തതാണ്. ഞാൻ ഒരാൾ മാത്രമല്ല, ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് അത് സെലക്ട് ചെയ്തതാണ്. ഞാനെടുത്ത റോൾ എന്ന് വെച്ചാൽ വുമൺ ഹോൾഡിങ് എ ഫ്രൂട്ട്, ആ ഒരു ഇത് ഓപ്ഷൻ എടുത്ത് എനിക്കത് ജയശ്രീ സജസ്റ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം എൻ്റെ ഫേസായിട്ട് ഭയങ്കര സിമിലർ ആയിട്ടുള്ള ലേഡിയുടെ ഫേസ് പോലെ തോന്നി. പിന്നെ മേക്കപ്പും കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായി, ഞാൻ ഇത്രയും സുന്ദരിയാണോ എന്നിങ്ങനെ ആലോചിച്ചു പോയി. ജയശ്രീ ഒരു തീം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നല്ല ഇഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്തേ. അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് കുറച്ച് തടിയൊക്കെ ഉള്ളതുകൊണ്ട് പറഞ്ഞു അത് അങ്ങനെ ചെയ്താൽ ശരിയാവത്തില്ല, നിൻ്റെ ഫിഗറിന് പറ്റിയത് വേണം സെലക്ട് ചെയ്യാമെന്നോട്ട് അതെടുത്ത് തന്നെ. ആദ്യം അപ്പോൾ അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പക്ഷേ പിന്നെ കണ്ട് അത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എക്സ്പെക്റ്റേഷൻസ് എന്ന് പറയുമ്പോൾ ഒരു ചിരിയും ഒരു ഗൗരവവും ഒരുമിച്ച് വരണം. അപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ് കുറേ കഷ്ടപ്പെട്ടു, രണ്ടും കൂടി ഒരുമിച്ച് വരണമായിരുന്നു. നോട്ടമൊക്കെ കറക്റ്റ് ആയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നോട്ടം കറക്റ്റായി വരുമ്പോഴത്തേക്കും നമ്മളുടെ കൈയുടെ പൊസിഷനൊക്കെ മാറുമായിരുന്നു. അപ്പോൾ ലാസ്റ്റ് എല്ലാം കൂടി അങ്ങനെ സെറ്റ് ചെയ്തു. അത് പിന്നെ കൂടെയുള്ളവരും എൻ്റെ ആയിരുന്നു എനിക്ക് തോന്നുന്നത് ലാസ്റ്റത്തെ ഷൂട്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് ചെയ്തപ്പോഴത്തേക്കും ബാക്കിയുള്ളവർ ചെയ്തത് കണ്ടിട്ടുണ്ടായിരുന്നു. മോഡലിംഗ് രംഗത്ത് പരിചയമില്ലാത്തവരെ രവിവർമ്മ ചിത്രത്തിൻ്റെ ഭാവത്തിലേക്ക് എത്തിക്കാൻ ഫോട്ടോഗ്രാഫർ സാമിന് പക്ഷേ വലുതായി പണിപ്പെടേണ്ടി വന്നില്ല. ചില്ലറ ടിപ്പുകൾ കൊണ്ട് ഇവരെല്ലാവരും ഭാവം ഉൾക്കൊണ്ടു. ഈ ഒരു ഇത് ചെയ്യാനായിട്ട് അവർ അതിന് നല്ലപോലെ അവർ അതിനുള്ള എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം അത് ഭംഗിയാക്കണം എന്ന് അവർക്ക് തന്നെ ഒരു ഇതുണ്ടായിരുന്നു. ഓരോ ക്യാരക്ടറും അതവർ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾ അധികം സമയമൊന്നും എടുത്തിട്ടല്ല ഈ ഫോട്ടോഷൂട്ട് ചെയ്തത്, വളരെ ചെറിയ സമയം കൊണ്ട് തന്നെയാണ്. അപ്പം ആദ്യം കുറച്ച് ഇതൊന്ന് കറക്റ്റ് ആണെന്ന് പാടായിരുന്നു. എങ്കിലും അവരാ ഒരു ക്യാരക്ടറിനെ കുറിച്ച് നല്ലൊരു ബോധ്യത്തോടു കൂടിയാണ് നിന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി. അച്ഛൻ അതാ വരുന്നു, മുല്ലപ്പൂ ചൂടിയ നായർ വനിത, ഫലമേന്തിയ സ്ത്രീ, പ്രതീക്ഷ, അങ്ങനെ രാജാ രവിവർമ്മയുടെ ചിത്രങ്ങൾ ജീവനോടെ പുനർജനിച്ചു. ഞാൻ ചെയ്തത് നായശ്രീയുടെ ഒരു ക്യാരക്ടർ ചെയ്തായിരുന്നു. പിന്നെ മിൽക്ക് മെയ്ഡിൻ്റെ മിൽക്ക് മെയ്ഡ് ഞാൻ ചെയ്യാനെന്ന് വെച്ചാൽ അതിൻ്റെ തന്നെ മൊന്തയൊക്കെ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തുന്ന അത് ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ട് അതങ്ങനെ ഏറ്റെടുത്തു. കുഞ്ഞുങ്ങളെ തപ്പിക്കൊണ്ടിരിക്കാൻ നേരത്ത് ഏത് ചെറിയ കുട്ടിയെ കിട്ടണമല്ലോ നമുക്ക്. അപ്പോൾ അതിന് തപ്പി പെട്ടെന്ന് എനിക്ക് ഒന്ന് ഓർമ്മ വന്നത് രേഷ്മേനെ ഒന്ന് വിളിച്ച് നോക്കാമെന്ന്. അങ്ങനെ ഞാൻ രേഷ്മേനെ വിളിച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞ് ഓക്കെ ആണെന്ന് പറഞ്ഞ്. അപ്പം ബഹളം ഉണ്ടാക്കുമെന്ന് ചോദിച്ചാൽ ആദ്യം ഇല്ല കുഴപ്പമില്ല ആൾ ക്വയറ്റാണെന്ന് പറഞ്ഞ്. അങ്ങനെ ഫോട്ടോ അയച്ചു തന്ന് ഞാൻ സാമിന് അയച്ചു കൊടുത്ത്. അപ്പോൾ ഓക്കെ ആണെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്ത കുഞ്ഞാണിത്. ഇന്ത്യൻ സൗന്ദര്യ സങ്കല്പങ്ങളെ പാശ്ചാത്യ ശൈലിയുമായി സംയോജിപ്പിച്ച ആദ്യ ഇന്ത്യൻ ചിത്രകാരനാണ് രാജാ രവിവർമ്മ. ആ ചിത്രങ്ങളിലേക്ക് സ്വയം ആവാഹിക്കപ്പെട്ടതിൽ ഇവർക്കെല്ലാം ഇപ്പോൾ ചെറുതല്ലാത്ത സന്തോഷമുണ്ട്. നമ്മൾ സ്വന്തം ഇതാകുമ്പോഴത്തേക്ക് നമ്മൾ അതിനുവേണ്ടി കുറച്ചും കൂടി ഇതാവുമല്ലോ, കുറച്ച് എഫേർട്ട് എടുത്ത്. പിന്നെ എല്ലാവരും വർക്കിംഗ് ആണ്, അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് ഇതുണ്ടായിരുന്നു. എന്നാൽ ആ സമയം വെച്ചിട്ട് എല്ലാവരും തന്നെ ഭയങ്കര കോപ്പറേറ്റീവായിട്ടാണ് എല്ലാവരും. അത് എൻ്റെ ഒരാളുടെ അല്ല, അടുത്തൊരാളുടെ ആണെങ്കിലും നമ്മൾ അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സജസ്റ്റ് ചെയ്യും എന്തൊക്കെ വേണം അല്ലെങ്കിൽ എന്തൊക്കെ വേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ നേരത്തെ ഇതായിരുന്നു. പിന്നെ കുറച്ച് സ്ലിം ആവണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഇത് ഒരു മാസത്തിൽ മേലെയായി. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ചൊന്ന് ഫുഡ് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്തായിരുന്നു. അല്ല എൻ്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഞാൻ അത്രയും ഒന്നിലും അങ്ങനെ ഇതിലാകാത്ത ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ഇങ്ങനത്തെ ഒരു ചെയ്യാൻ പറ്റി എന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. കാര്യം അങ്ങനെ എന്തെങ്കിലും പോകാത്ത ഒരാളാണ്. ബാക്കി ഫ്രണ്ട്സൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ആക്റ്റീവാണ്. ഞാനങ്ങനെ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണം ഇങ്ങനെ ഒരു സംഭവം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് എന്നോട് തന്നെ ഭയങ്കര ഒരു ചിത്രങ്ങൾ വരയ്ക്കുന്നതിനപ്പുറം തൻ്റെ നായികമാരുടെ വേഷവിധാനത്തിലൂടെ ഫാഷൻ രംഗത്ത് വഴികാട്ട് കൂടിയാവുകയായിരുന്നു രാജാ രവിവർമ്മ. അതുവഴി സാംസ്കാരിക ഉന്നമനത്തിനും അദ്ദേഹം വഴിതെളിച്ചു. അഖിലേന്ത്യാ തലത്തിൽ സ്ത്രീകൾക്ക് ഒരു പൊതുവസ്ത്രം ആവിർഭവിക്കാത്ത കാലത്താണ് രവിവർമ്മ തൻ്റെ നായികമാരെയെല്ലാം സാരി ഉടുപ്പിച്ചത്. പിന്നീടത് ഇന്ത്യൻ ഫാഷൻ്റെ അടയാളമായി മാറി. 1848 ഏപ്രിൽ 29 കിളിമാനൂർ കൊട്ടാരത്തിലാണ് രവിവർമ്മ ജനിച്ചത്. ബാല്യത്തിൽ തന്നെ ചിത്രകലയോട് ഏറെ താല്പര്യം കാണിച്ചിരുന്നു രവിവർമ്മ. ചുമരിൽ കരിക്കട്ടകൾ കൊണ്ട് കോറിയിട്ടിരുന്ന രവിവർമ്മയുടെ വരകൾ കണ്ട് കഴിവ് തിരിച്ചറിഞ്ഞ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ രാജരാജവർമ്മയാണ് ചിത്രകല അഭ്യസിപ്പിക്കുന്നത്. 14 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന രവിവർമ്മയുടെ ചിത്രങ്ങൾ കണ്ട്
ഇഷ്ടപ്പെട്ട ആയില്യം തിരുനാൾ മഹാരാജാവ് തിരുവനന്തപുരത്ത് താമസിക്കാനും ചിത്രമെടുത്ത് കൂടുതൽ പരിശീലിക്കാനും എണ്ണച്ചായ ചിത്രരചന പഠിക്കാനും രവിവർമ്മയോട് നിർദ്ദേശിച്ചു. 1871 മഹാരാജാവിൽ നിന്ന് വീരശൃംഖല നേടി ആസ്ഥാന ചിത്രകാരനായി രാജാ രവിവർമ്മ. പിന്നീട് രാജാ രവിവർമ്മ എണ്ണച്ചായത്തിൽ തീർത്ത ബക്കിംഗ്ഹാം പ്രഭുവിൻ്റെ ഛായാചിത്രം മദ്രാസ് ഗവൺമെൻറ് ആസ്ഥാനത്ത് സ്ഥാപിച്ചത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ നാഴികക്കല്ലായി. 28 വയസ്സ് തികയും മുമ്പേ ലോകപ്രശസ്ത ചിത്രകാരനായി രവിവർമ്മ മാറിയിരുന്നു. ചിക്കാഗോ സമ്മേളനത്തിലെ സ്വാമി വിവേകാനന്ദനെ പോലെ അക്കാലത്ത് രവിവർമ്മ ലോകമെങ്ങും അറിയപ്പെട്ടു. 1893 ചിക്കാഗോയിൽ നടന്ന ലോകമേളയിൽ മലബാർ മനോഹരി, അച്ഛൻ അതാ വരുന്നു, വധു തുടങ്ങി രവിവർമ്മയുടെ 10 ചിത്രങ്ങൾ അയച്ചിരുന്നു. അവിടെയും രവിവർമ്മയ്ക്കായിരുന്നു ഒന്നാം സ്ഥാനം. രാജാ രവിവർമ്മ വരച്ച ഭൂരിഭാഗം ചിത്രങ്ങളും ഇന്ന് ശതകോടികൾക്കാണ് ലേലം ചെയ്തു പോകുന്നത്. അതിൻ്റെ മൂല്യം നാൾക്ക് നാൾ ഇരട്ടിയിലധികമായി വർദ്ധിക്കുകയാണ്. എന്നാൽ രാജാ രവിവർമ്മ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന് പൂച്ചെണ്ടുകൾ മാത്രമല്ല ലഭിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ അന്നത്തെ യാഥാസ്ഥിതികരെ ചൊടിപ്പിച്ചിരുന്നു. രാജാ രവിവർമ്മ ചിത്രങ്ങൾ സാംസ്കാരിക കേരളത്തിൻ്റെ കയ്യൊപ്പാണ്. അതിനിയും പല ഭാവത്തിൽ, പല രൂപത്തിൽ, പല സൃഷ്ടികളായി പുനർജനിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.